നമസ്കാരം. നവംബർ 1 മുതൽ ചില പ്രധാന മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ. ഒക്ടോബർ മാസം പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് നവംബർ മാസം. കാരണം നിരവധി ഗ്രഹമാറ്റങ്ങൾ ഭാഗ്യം നൽകുന്ന തരത്തിൽ സ്ഥാനമാറ്റവും അതുപോലെ തന്നെ രാശി മാറ്റവും നടത്തുന്നുണ്ട്. ഈ ഒരു ഗ്രഹമാറ്റങ്ങൾ കാരണം നല്ല ഭാഗ്യയോഗങ്ങളും നവംബർ മാസം രൂപപ്പെടും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് നിലവിലുള്ള ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമായിരിക്കില്ല എന്ന കാര്യം 100% സത്യമാണ്. നവംബർ 1 ആരംഭിക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ചയാണ്. അന്ന് തിഥി ഏകാദശിയും പൂരുരുട്ടാതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസമാണ്. അന്നത്തെ രാശി കുംഭമാണ്. അതും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ കുംഭൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. അതും നവംബർ മാസം തുടക്കത്തെ തന്നെ ഭാഗ്യം നിറഞ്ഞതാക്കി തീർക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇതിൻ പ്രകാരം പറയാൻ സാധിക്കുന്നത് 5 രാശികളിൽ ജനിച്ച 15 നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ച കഷ്ടനഷ്ട ദുരിതങ്ങളിൽ നിന്നും, അതായത് കലങ്ങി മറിഞ്ഞ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ നല്ലൊരു മാറ്റം കൈവരുന്നതിന് നിങ്ങളെ നവംബർ മാസം സഹായിക്കുമെന്ന് തന്നെ പറയാം. അത്രയേറെ ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുപോലെ ചില കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുമുണ്ട്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും എന്തൊക്കെ മേഖലയിൽ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ആ ശ്രദ്ധ നിങ്ങൾ ചെലുത്തണമെന്നും ഞാൻ വിശദമായി പറഞ്ഞു തരാം. അപ്പോൾ ഈ 5 രാശിക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഭാഗ്യങ്ങൾ വരാൻ പോകുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ഈ നവംബർ മാസത്തിൽ ശ്രദ്ധിക്കണമെന്നതും വിശദമായി പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഈ പറയുന്ന 15 നക്ഷത്രക്കാരുടെ പ്രവർത്തന മേഖല ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഈ നവംബർ മാസത്തിൽ വരുമാനം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരും. ഇതിനൊപ്പം തന്നെ ചന്ദ്രൻ്റെ സ്ഥാനവും വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയും നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മരാശികളിൽ ഏറെ ഗുണകരമായിട്ടാണ് വന്നു ചേരുന്നത്. അതും ഭാഗ്യം അനുകൂലമാക്കുന്നതിന് സഹായിക്കുമെന്ന് തന്നെ പറയാം. അതിനാൽ ഈ 5 രാശികളിലെ 15 നക്ഷത്രക്കാർക്ക് ഏറെ അനുകൂലമായൊരു മാസം തന്നെയാണ് നവംബർ മാസം എന്നതിൽ ഇനി മറിച്ചൊരു ചോദ്യത്തിൻ്റെയോ എന്തെങ്കിലും സംശയത്തിൻ്റെയോ ആവശ്യമേ വേണ്ട. ഇതിൽ ഭാഗ്യം സിദ്ധിച്ച ആദ്യ രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഉദയലഗ്നം കർക്കടകമാണ്. അതിനാൽ നവംബർ മാസത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു മംഗളകർമ്മം നടക്കുമെന്ന കാര്യം ഉറപ്പ്. അത് ചിലപ്പോൾ വിവാഹമാകാം, അല്ലെങ്കിൽ കുട്ടികളുടെ നൂലുകെട്ടാകാം, അതുമല്ലെങ്കിൽ പുതിയ വീട്ടിലേക്കുള്ള ഗൃഹപ്രവേശനമാകാം, അല്ലെങ്കിൽ ഏറെ നാളായി വിദേശത്തായിരുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ വീട്ടിലേക്ക് തിരികെ വരുന്നതോ ആവാം. എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു മംഗളകർമ്മം നിങ്ങളുടെ ജീവിതത്തിൽ നവംബർ മാസത്തിൽ നടക്കുമെന്ന കാര്യം തീർച്ച. വ്യാഴത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി, അതായത് നവംബർ മാസം തുടക്കം മുതൽ നിങ്ങൾക്ക് അനുകൂലമാണ്. അതിനാൽ വിട്ടുമാറാത്ത രീതിയിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ ഇപ്പോൾ നിലവിൽ അനുഭവിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏറെ നാളായി ചികിത്സിച്ചിട്ടും ഒരു മാറ്റം ലഭിക്കാത്ത രോഗങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തി നേടാൻ പോവുകയാണ് എന്ന കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇടവൻ രാശിയിലേക്ക് ഭാഗ്യഭാവത്തിലായതിനാൽ സാമ്പത്തിക നേട്ടമുണ്ടാകും. ഇപ്പോഴത്തെ നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കുറച്ച് ആശ്വാസം നൽകുന്ന രീതിയിലെ ധനനേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു നവംബർ മാസം ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളം ലഭിക്കുന്നതാണ്. അതിനാൽ നല്ല ചില മാറ്റങ്ങൾ, അതായത് നിങ്ങളുടെ ജീവിതം പ്രകാശപൂർണ്ണമാക്കുന്ന തരത്തിലെയും അതുപോലെ സാമ്പത്തിക നേട്ടം നൽകുന്ന രീതിയിലുമുള്ള ഭാഗ്യമാറ്റങ്ങളും നേട്ടങ്ങളും ദൈവാനുഗ്രഹത്താൽ ഈ നവംബർ മാസം ഇടവൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. കടം കൊടുത്തിട്ടുള്ള പൈസയൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ളൊരു ഭാഗ്യം കൂടെ കാണുന്നു. അതായത് ഏറെ നാളായി കടം കൊടുത്തു, ഇനി തിരികെ ലഭിക്കില്ല എന്ന് കരുതിയ ധനം പോലും നിങ്ങൾക്ക് തിരികെ കിട്ടും. അതുമല്ല, നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും പണം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണമൊക്കെ വേഗത്തിൽ തിരിച്ചു തീർക്കാനും ഈ നവംബർ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ അനുഭവിച്ച സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുമാറാൻ പോകുന്നു എന്നർത്ഥം. എന്താണെങ്കിലും ഈ ഒരു നവംബർ മാസം നിങ്ങൾ വേണ്ട രീതിയിൽ പരിശ്രമിക്കുക.
ആരോഗ്യ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും അതുപോലെ മാനസിക വിഷമങ്ങളും ഒക്കെ മാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടവൻ രാശിക്കാർക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സന്തോഷകരമായി മുന്നോട്ട് പൊക്കോളൂ. ജീവിതം രക്ഷപ്പെടാൻ സമയമായി. അടുത്ത നവംബർ മാസം ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരാൻ പോകുന്ന ഭാഗ്യരാശി എന്ന് പറയുന്നത് കർക്കിടകൻ രാശിയാണ്. പുണർദം, പൂയം, ആയില്യം. നിങ്ങൾക്ക് ശനിയുടെ ദൃഷ്ടി നവംബർ മാസത്തിൽ വളരെ അനുകൂലത്തിൽ തന്നെയാണ്. എങ്കിലും നിങ്ങളുടെ മൂന്നാം ഭാവം ചിന്തിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ ജന്മരാശി കൊണ്ട് മൂന്നാം ഭാവത്തിൽ ചിന്തിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം മൂന്നാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബന്ധുക്കൾ, സഹോദരങ്ങൾ, സഹോദര തുല്യരായവർ, സുഹൃത്തുക്കൾ എന്നിവരെയാണ്. അതിനാൽ ഇവരുടെ ഭാഗത്തു നിന്നും മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ഈ പറഞ്ഞിരിക്കുന്നവരുമായി ഇടപഴകുമ്പോൾ അത് ഏത് തരത്തിലാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സാമ്പത്തികപരമായിട്ടാണെങ്കിലും സംസാര രീതിയിലാണെങ്കിലും ഏത് തരത്തിലാണ് നിങ്ങൾ ഇവരുമായി ഇടപഴകുന്നതെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുക തന്നെ വേണം. ഇതൊഴിച്ചാൽ നിങ്ങൾക്ക് നവംബർ മാസം വളരെയധികം നേട്ടമാണ്. പുതിയ വാഹനം വാങ്ങാൻ യോഗം കാണുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശം വന്നു ചേരാനും ഭാഗ്യം കാണുന്നു. ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വിലപിടിപ്പുള്ള രീതിയിലുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക് നൽകാനുള്ളൊരു ഭാഗ്യവും കൂടെ നവംബർ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മരാശി പ്രകാരം ഭാഗ്യം കാണുന്നു. ഏറെ നാളായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്താണെങ്കിലും നവംബർ മാസം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. സ്നേഹിക്കുന്ന വ്യക്തിയെ ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു വാഹനമാണെങ്കിലോ, അല്ലെങ്കിൽ വിദേശ രാജ്യത്തൊരു ജോലിയാണെങ്കിലോ, ഏത് തരത്തിലുള്ള ആഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അതിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും. അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതിന് ഗ്രഹങ്ങളും അതുപോലെ ദൈവാനുഗ്രഹവും ഭാഗ്യവും അനുകൂലമായി നിൽക്കുന്ന സമയം തന്നെയാണ് ഈ നവംബർ മാസം. ഏറെ നാളായി സ്വന്തമായൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനുള്ള തുടക്കം കുറിക്കാൻ ഈ നവംബർ മാസം നിങ്ങൾക്ക് സാധിക്കും. ഏറെ ഗുണകരമായ കാര്യങ്ങളാണ് കർക്കിടകൻ രാശിക്കാരെ കാത്തിരിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ എത്രയൊക്കെ നമുക്ക് ദുഃഖങ്ങൾ വന്നാലും അതുപോലെ എത്ര ഭാഗ്യങ്ങളോ സൗഭാഗ്യങ്ങളോ എന്തു വന്നാലും കുടുംബദൈവത്തെ മറന്ന് നമ്മൾ പ്രവർത്തിക്കരുത്. നമ്മൾക്ക് എന്ത് സന്തോഷമായാലും ദുഃഖമായാലും ആദ്യം അവരോട് തന്നെ നിങ്ങൾ പറയണം. അതിനാൽ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക. വെച്ചടി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്ന കാര്യം അച്ചട്ടാണ്. അതിനാൽ ഈ കർക്കിടകൻ രാശിക്കാരുടെ ജീവിതത്തിൽ നവംബർ മാസം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമുള്ള ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അതായത് മൂന്നാം ഭാവം കൊണ്ട് ചിന്തിച്ചത് പ്രകാരം സഹോദരങ്ങളെ കൊണ്ടോ സഹോദര തുല്യരായവരെ കൊണ്ടോ സുഹൃത്തുക്കളെ കൊണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു ചേരാനുള്ളൊരു ദോഷം കാണുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നവംബർ മാസത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇനി ഭാഗ്യത്തിൻ്റെ പിന്തുണ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. ഇനി കഴിഞ്ഞ ദുഃഖങ്ങളെയൊക്കെ മറന്നേക്കൂ. കർക്കിടകൻ രാശിക്കാരുടെ ജീവിതത്തിൽ വച്ചടി ഉയർച്ചയ്ക്കുള്ള സമയം ആരംഭമാകുന്നു എന്ന് നിസ്സംശയം ഞാൻ പറയും. അടുത്തത് കന്നി രാശിയാണ്. ഉത്രം, അത്തം, ചിത്തിര എന്നിവരാണ് മഹാഭാഗ്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്ന ഭാഗ്യ നക്ഷത്രക്കാർ. നവംബർ മുതൽ വർഷ അവസാനം വരെയുള്ള നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ചതിന് പ്രകാരം നിങ്ങളുടെ ജന്മരാശിയിൽ ചൊവ്വ കേതുവുമായി യോഗം ചെയ്തു നിൽക്കുന്നതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ കൈകാല് വേദന, നടുവേദന തുടങ്ങിയ ചെറിയ ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ, അതായത് ശാരീരിക വേദനകൾ വരാനുള്ള സാധ്യത കാണുന്നു. അതിനാൽ കുറച്ചൊന്ന് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യം മെനക്കെടുത്തുന്ന രീതിയിലുള്ള ജോലികളൊന്നും ഈ ഒരു നവംബർ ഡിസംബർ മാസങ്ങളിൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതിനാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കന്നി രാശിയിൽ ജനിച്ചിരിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഇതൊഴിച്ചാൽ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഭാഗ്യം അനുകൂലമാകുന്ന ഒരു സമയമാണ് നവംബർ മാസം. അതിഥി സൽക്കാരങ്ങൾ നടത്താൻ സാധ്യത കാണുന്നു. നവംബർ മാസം ആദ്യ വാരം, അതായത്
നിങ്ങളെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അവരുടെ വീട്ടിലേക്ക് അതിഥിയായി വിളിക്കാനും സൽക്കരിക്കാനും സാധ്യത കാണുന്നു എന്നർത്ഥം. തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും. ജോലി അന്വേഷിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പുതിയ ജോലി ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജോലി നിങ്ങളെ തേടിയെത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കാനോ സാധിക്കുന്നതാണ്. നിലവിൽ ജോലി ചെയ്യുന്നവർക്കും ആ ജോലി മാറി കുറച്ചും കൂടെ ഭേദപ്പെട്ട രീതിയിൽ നല്ല ശമ്പളവും നല്ലൊരു പൊസിഷനിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു തൊഴിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും വിദ്യാവിജയം ഈ നവംബർ മാസം ഏർപ്പെടുന്ന പരീക്ഷകളിലൊക്കെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാനും നിങ്ങളുടെ വിജയം, അതായത് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല വിജയം നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ കന്നിരാശിയിൽ ജനിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്കും എന്തുകൊണ്ടും ഭാഗ്യം അനുകൂലമാകുന്ന സമയമാണ് നവംബർ മാസം. ഉപരിപഠനത്തിന് വേണ്ടി വിദേശ രാജ്യത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തൊഴിലിന് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു നവംബർ മാസം തന്നെ നിങ്ങൾക്ക് അതിനുള്ളൊരു ഭാഗ്യം അനുകൂലമായി വരും. നിങ്ങൾക്ക് ഭദ്രയോഗം കൂടെ വന്നു ചേരാൻ യോഗമുള്ളതിനാൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും. അതുപോലെ തന്നെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടു കൂടി എന്തും ചെയ്തു തീർക്കാനുള്ളൊരു ധൈര്യവും അതുപോലെ മനഃശക്തിയും കഴിവും നിങ്ങൾക്ക് വന്നു ചേരും. എന്തുകൊണ്ടും ഭാഗ്യം അനുകൂലമാകുന്ന ഒരു സമയം തന്നെയാണ് നവംബർ മാസം. വേണ്ട രീതിയിൽ പരിശ്രമിച്ചാൽ തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും കുടുംബജീവിതത്തിലും നിങ്ങൾക്ക് മേൽക്കോയ്മ നേടാൻ സാധിക്കുമെന്ന കാര്യം അച്ചട്ടാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കൂ. അതായത് നവംബർ മുതൽ ഡിസംബർ വരെയുള്ള സമയങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും വലിയ ഉയർച്ച തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്ത മഹാഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശി എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിയാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട. നിങ്ങളുടെ ഇപ്പോഴത്തെ, അതായത് നിലവിലത്തെ ഗ്രഹനില പരിശോധിച്ചതിന് പ്രകാരം നവംബർ മാസത്തിൽ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രൻ 6, 8, 12 എന്നീ ഭാവങ്ങളിൽ ചന്ദ്രൻ വരുന്നതിനാൽ നവംബർ ആദ്യവാരം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതിനാൽ നവംബറിലെ ഈ ആദ്യ ഒരാഴ്ച കാലം കയ്യിൽ സാമ്പത്തികം വന്നു ചേരുമെങ്കിലും അത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഒന്ന് തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല. അതായത് സാമ്പത്തികം കൈകളിലേക്ക് വന്നു ചേരുമെങ്കിലും ഈ ഒരു നവംബറിലെ ആദ്യ വാരം വേണ്ട രീതിയിൽ ആ സാമ്പത്തികത്തെ പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് ധനനഷ്ടത്തിന് ഇടവരുത്തും എന്നു മാത്രം. അതിനാൽ നവംബറിലെ ആദ്യ വാരം വൃശ്ചികൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ലോട്ടറി മൂലം ഒരു ധനഭാഗ്യം വൃശ്ചികൻ രാശിക്കാരെ കാത്തിരിക്കുന്നു. കുറേ നാളുകളായി ഒരു വിവാഹം നടക്കാനായി പരിശ്രമിക്കുന്നു, എന്നാൽ ഒട്ടൊന്നും അങ്ങോട്ട് ഒത്തുവരുന്നില്ല എന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അതായത് ഏറ്റവും നല്ല ഒരു ജീവിത പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുമെന്നർത്ഥം. അതുപോലെ പ്രണയിക്കുന്നവർക്കും നിങ്ങളുടെ പ്രണയബന്ധം എല്ലാവരും അംഗീകരിക്കുകയും അതൊരു വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും യോഗം കാണുന്നു. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കും ഇത് ഏറെ അനുകൂലകരമായ സമയമാണ് എന്നതിൽ സംശയമില്ല. നിലവിലത്തെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ, അതായത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടൊഴിയാൻ സമയമായി എന്നർത്ഥം. നല്ലൊരു കുടുംബ ജീവിതവും കുടുംബ അംഗങ്ങളുമൊത്ത് ഐക്യതയോടുകൂടി മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് കുടുംബപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലുള്ളതാണെങ്കിലും ബന്ധുക്കളുമായിട്ടുള്ളതാണെങ്കിലും തർക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് രമ്യതയോടുകൂടി, സൗഹൃദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. എല്ലാ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി നല്ല രീതിയിലൊരു ജീവിതം നയിക്കാൻ സാധിക്കും. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ നല്ല മാറ്റങ്ങളാണ് വന്നു ചേരുന്നത്. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, വൃശ്ചികൻ രാശിക്കാർ, അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ നവംബർ മാസത്തിലെ ആദ്യത്തെ ഒരാഴ്ച സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരും. അതായത് നവംബർ മാസം ആദ്യ വാരം കഴിഞ്ഞ്
നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. നവംബർ മാസത്തിൽ ജീവിതം നല്ല രീതിയിൽ വിജയത്തിൻ്റെ പടവുകൾ കയറാൻ സാധിക്കുക തന്നെ ചെയ്യും. അടുത്ത ഭാഗ്യരാശി എന്ന് പറയുന്നത് മകരൻ രാശിയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്ക് നല്ല നേരം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടനഷ്ട ദുരിത ദുഃഖങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും വിട്ടുമാറാൻ പോകുന്നു എന്നർത്ഥം. കാരണം സൂര്യൻ, ബുധൻ, ശനി എന്നീ 3 ഗ്രഹങ്ങൾ നിങ്ങളുടെ ജന്മരാശിയിൽ ധനഭാവത്തിൽ അനുകൂലമായി നിൽക്കുന്നതിനാൽ ധനപരമായ വലിയ ഉയർച്ച നവംബർ 18 മുൻപായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അത് ചിലപ്പോൾ ഒരു ലോട്ടറി മുഖേനയോ അല്ലെങ്കിൽ അപ്രതീക്ഷിത ധനഭാഗ്യത്തിലൂടെയോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വീട്ടിൽ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്ന സമയമാണ്. കുടുംബാംഗങ്ങളോടൊപ്പം ഐക്യതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. പുതിയ ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങാനോ, അതായത് വീട് വാങ്ങാനോ അല്ലെങ്കിൽ വീട് വെക്കാനോ ഒക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ ഒരു നവംബർ മാസം നിങ്ങൾക്ക് വന്നു ചേരും. പുതിയ തൊഴിൽ ലഭിക്കാനുള്ളൊരു സാധ്യത കാണുന്നു. മനസ്സിന് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും ഈ ഒരു നവംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്തുകൊണ്ടും ഭാഗ്യം ഏറ്റവും അനുകൂലമായിട്ടാണ്. അതായത് സൂര്യൻ, ബുധൻ, ശനി തുടങ്ങിയ ഗ്രഹങ്ങൾ നിങ്ങളുടെ ജന്മരാശിയിൽ ഭാഗ്യമായി അനുകൂലമായി ഉദിച്ചു നിൽക്കുന്ന സമയമാണ്. ഈ പറഞ്ഞിരിക്കുന്ന 3 ഗ്രഹങ്ങളും നമ്മുടെ ജന്മരാശിയിൽ ഉച്ചരാശിയിൽ ഉദിച്ചു നിന്നു കഴിഞ്ഞാൽ നിരവധി ഭാഗ്യങ്ങൾ ആ രാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാരെ തേടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ മകരൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ ഈ നവംബർ മാസം ഉണ്ടാകും. ഈശ്വര വിശ്വാസത്തോടു കൂടി കുടുംബദൈവത്തെയൊക്കെ പ്രാർത്ഥിച്ച് ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പൊക്കോളൂ. നല്ലൊരു നവംബർ മാസത്തിൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സ്വയം സാധിക്കും. ഈ ഭാഗ്യങ്ങളൊക്കെ അനുകൂലമായി വരുന്നതുകൊണ്ട് സ്വപ്രയത്നത്തിലൂടെ ജീവിത വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്തുകൊണ്ടും ഭാഗ്യമാണ്. കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക. ആ പരിശ്രമം എന്തായാലും പാഴാകില്ല. പരിശ്രമം വിജയം കാണുക തന്നെ ചെയ്യും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശിവോഹം.